മികച്ച ഖരമാലിന്യ സംസ്കരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് സ്വീകരിച്ച കൊച്ചി നഗരസഭ ഏറ്റവും കൂടുതൽ പഴികേൽക്കുന്നതും മാലിന്യ സംസ്കരണവും റോഡ് വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നഗരനവീകരണ പദ്ധതികളുമായി മറ്റ് നഗരസഭകൾ മുന്നോട്ടു പോകുമ്പോൾ കൊച്ചി ഫണ്ട് ലാപ്സാക്കുകയാണെന്നാണ് ആക്ഷേപം. ഇതിനെല്ലാം കൊച്ചി മേയർ മറുപടി പറയുന്നു. മാലിന്യം എന്ന സങ്കീർണമായ പ്രശ്നത്തിൽ നിന്ന് കൊച്ചിയെ മോചിപ്പിക്കാൻ കഴിഞ്ഞതാണ് നഗരസഭയുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് മേയർ മേഴ്സി വില്യംസ് പറഞ്ഞു. വിദേശത്തു നിന്നും എത്തിയ പ്രതിനിധികൾ പോലും ഇക്കാര്യം അംഗീകരിച്ചതാണ്. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിലൂടെ കൊതുക് നിവാരണവും ഫ്ളാറ്റുകളിൽ നിന്നുള്ള 98% മാലിന്യവും നീക്കാനായി. മാലിന്യ പ്രശ്നം ഒരു ക്രൈസിസിൽ ഇരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ മാലിന്യ പ്രശ്നത്തിന് വളരെ വലിയ തോതിലുള്ള ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ജനങ്ങൾ ഇതുമായി സഹകരിച്ചു പോകുമോ എന്ന് സംശയിച്ചിരുന്ന സാഹചര്യത്തിൽ വിഭിന്നമായിട്ട് എല്ലാവരുടെയും വലിയ രീതിയിലുള്ള കൂട്ടായ്മകൾ ഞങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായി നൽകേണ്ട തുകയും കരാർ വിജ്ഞാപനങ്ങൾ നീട്ടേണ്ടി വരുന്നതും ജനറൽ പദ്ധതികളുടെ നടത്തിപ്പിന് തടസ്സമാകാറുണ്ട്. നഗരസഭയും റെയിൽവേയും ചേർന്ന് കനാൽ ശുചീകരണം തുടങ്ങിക്കഴിഞ്ഞു. SA റോഡിന്റേതടക്കമുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഈ ആഴ്ചയിൽ തന്നെ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മേയർ പറഞ്ഞു. കേരളത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പബ്ലിക് ലാൻഡ് അവൈലബിലിറ്റി ഇല്ല, എല്ലാം പ്രൈവറ്റ് ലാൻഡാണ്. അപ്പോൾ താമസക്കാരെയൊക്കെ ഒഴിവാക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ പല പ്രോജക്റ്റുകൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതിന്റെ നിയമ തടസ്സങ്ങളുണ്ടാവും. പ്രൈവറ്റ് ആയിട്ടുള്ള വീട്ടുകാരെയും സ്ഥാപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ ലാൻഡ് അക്വയർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് ഗവൺമെന്റ് മീറ്റ് ചെയ്യുന്നില്ല, സെൻട്രൽ ഗവൺമെന്റ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് തരേണ്ടതായിട്ട് വരും. അപ്പോൾ അത് തന്നെ വലിയ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ആണ്. KSUDP പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള വികസന പ്രവർത്തനങ്ങളും വേഗത്തിലാക്കും. 4000-ഓളം പാവപ്പെട്ടവരുടെ വീടുകൾ നവീകരിച്ചു കഴിഞ്ഞു. കിറ്റ്കോയുടെ സഹായത്തോടെ 200 വീടുകൾ 6 മാസത്തിനുള്ളിൽ നിർമ്മിച്ചു നൽകുമെന്നും മേയർ പറഞ്ഞു. ആ പ്രോജക്ടിന്റെ ഡിസൈനായി കിറ്റ്കോയെ വർക്ക് അവാർഡ് ചെയ്തിരിക്കുകയാണ്. കിറ്റ്കോയ്ക്ക് അതൊരു 6 മാസത്തിനകം കംപ്ലീറ്റ് ആക്കും. ഖരമാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നടത്താനായി എന്നതിന്റെ തെളിവാണ് കേന്ദ്ര സർക്കാരിന്റെ അവാർഡ്. അതിനാൽ തന്നെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് മേയർ അറിയിച്ചു. മനോരമ ന്യൂസ്